നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ലിക്റ്റൻസ്റ്റൈൻ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യത്തിലൊന്ന്. യൂറോപ്പിലെ 4ാമത്തെ ചെറുതും ലോകത്തെ 6ാമത്തെ ചെറുതുമായ ഈ രാജ്യത്തിന് സ്വന്തമായി വിമാനത്താവളമില്ല, സൈന്യമില്ല, എംബസിയില്ല, എന്തിന് കടലില്ല, സ്വന്തമായി റെയിൽവേ ഇല്ല, കറൻസിയില്ല, എന്തിന് സ്വന്തമായി ഭാഷ പോലുമില്ല. കേവലം 25 കിലോമീറ്റർ നീളവും 6 കിലോമീറ്റർ വീതിയുമുള്ള ഒരു കുഞ്ഞൻ രാജ്യം. രാജ്യത്തിന്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് വെറും 62 ചതുരശ്ര കിലോമീറ്റർ. 25 കിലോമീറ്റർ നീളമുള്ള പർവ്വത പ്രദേശമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. യൂറോപ്പിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ലിക്റ്റൻസ്റ്റൈൻ അതിസമ്പന്നരുടെ നാടാണ്. ഈ നാടിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം, രാത്രിയിൽ പോലും ഇവിടെ വാതിൽ തുറന്നിട്ട് ഉറങ്ങാം. കള്ളന്മാരില്ല ഈ രാജ്യത്ത്. ഏറ്റവും അതിസമ്പന്നരായ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്, പക്ഷെ അവിടെ കള്ളന്മാരില്ല. ഇവിടെ ജയിലുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണത്രേ. ആകെ 39,000 ആളുകൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. എല്ലാ വീടുകളിലും ബാൽക്കണിയിൽ പൂക്കൾ നിറഞ്ഞിരിക്കുന്നു. ഒരു വീട്ടിലും വ്യത്യസ്തതയില്ല. നല്ല ഭംഗിയുള്ള വീടുകളാണ്. എല്ലാ വീടുകളുടെയും ബാൽക്കണിയിൽ കാണുന്നത് പൂക്കളുടെ കൂട്ടമാണ്. ഇവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ജർമ്മൻ ഭാഷയോട് സാദൃശ്യമുള്ള ഒരു ഭാഷയാണ്. എന്നാൽ ആ ഭാഷ ജർമ്മൻ ഭാഷയല്ല, അതിനോട് വളരെ സാദൃശ്യമുള്ള മറ്റൊരു ഭാഷ. പക്ഷേ സ്വന്തമായി ഇവർക്ക് അങ്ങനെ ഒരു ഭാഷ പോലും ഇല്ല എന്നുള്ളതാണ്. കാരണം അവരുടെ ഭാഷ ജർമ്മൻ ഭാഷയാണോ വേറെ ഏതെങ്കിലും ഒരു ഭാഷയാണോ എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. വളരെ ചെറിയ ഈ യൂറോപ്യൻ രാജ്യം സ്വിറ്റ്സർലൻഡിനും ഓസ്ട്രിയയ്ക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ആൽപ്സ് പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് ഒരു കൊച്ചു യൂറോപ്യൻ രാജ്യം. വിശുദ്ധ റോമാ സാമ്രാജ്യത്തിന്റെ അവശേഷിക്കുന്ന അവസാന ഭാഗം എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങളാണ് ഈ കുഞ്ഞൻ രാജ്യത്തിന്. പടിഞ്ഞാറൻ യൂറോപ്പിലെ കുഞ്ഞു രാജ്യമാണ് ഇത്. സഞ്ചാരികളെ അടിമുടി അത്ഭുതപ്പെടുത്തുന്ന രാജ്യമായ ലിക്റ്റൻസ്റ്റൈൻ യൂറോപ്പിന്റെ ഗ്രാമീണ ഭംഗിയുടെ ഉത്തമ ഉദാഹരണമാണ്. അതിമനോഹരമാണ് ഈ ഗ്രാമം കാണാൻ. സ്വിറ്റ്സർലൻഡുമായി അതിർത്തിയോ അതിർത്തി നിയന്ത്രണങ്ങളോ ഒന്നും തന്നെ ഇവിടെയില്ല. സ്വിറ്റ്സർലൻഡിൽ നിന്നും ലിക്റ്റൻസ്റ്റൈനിലേക്ക് വരുമ്പോൾ പാസ്പോർട്ട് കാണിക്കുക തുടങ്ങിയ സാധാരണ നടപടികളൊന്നും തന്നെ ആവശ്യമില്ല. സ്വിറ്റ്സർലൻഡുമായി വളരെയധികം വാണിജ്യപരവും നയപരവുമായ ബന്ധങ്ങൾ ലിക്റ്റൻസ്റ്റൈനുണ്ട്. സ്വിസ് ഫ്രാൻസ് ഔദ്യോഗിക കറൻസിയായി ഉപയോഗിക്കുന്ന ലോകത്തിലെ 2 രാജ്യങ്ങൾ സ്വിറ്റ്സർലൻഡും ലിക്റ്റൻസ്റ്റൈനുമാണ്. അവിടുത്തെ ഔദ്യോഗിക കറൻസി എന്ന് പറയുന്നത് സ്വിസ് ഫ്രാൻസ് ആണ്. ഇതിനെ ഔദ്യോഗിക കറൻസിയായിട്ട് ആകെ ഉപയോഗിക്കുന്നത് സ്വിറ്റ്സർലൻഡ് കഴിഞ്ഞാൽ ഈ ലിക്റ്റൻസ്റ്റൈൻ ആണ്. ടൂറിസ്റ്റ് വിസ വഴി രാജ്യത്ത് പ്രവേശിക്കുവാൻ ഷെങ്കൻ നിയമങ്ങളാണ് ഇരു രാജ്യങ്ങളും പിന്തുടരുന്നത്. എയർപോർട്ടും എംബസിയും ഒന്നുമില്ലാത്ത ലോകത്തെ 2ാമത്തെ രാജ്യം. കുറ്റകൃത്യങ്ങൾ തീരെ കുറവ്. 120 കിലോമീറ്റർ അകലെയുള്ള സൂറിച്ച് വിമാനത്താവളമാണ് പ്രദേശവാസികൾ കൂടുതലും ആശ്രയിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ധനികവും സമ്പന്നവുമായ രാജ്യങ്ങളിൽ ഒന്നാണിത്. ഏറ്റവും മികച്ച ജീവിത നിലവാരമുള്ള, ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള രാജ്യം. കോർപ്പറേറ്റ് നികുതി നിരക്കുകൾ കുറവായതിനാൽ ഇവിടേക്ക് കമ്പനികളെയും കോർപ്പറേറ്റുകളെയും കൂടുതൽ ആകർഷിച്ചു. അതുകൊണ്ട് തന്നെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ കമ്പനികളാണ് ഈ രാജ്യത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അഭൂതപൂർവമായ വളർച്ച കൈവരിച്ചിട്ടുണ്ട്. ഒരുപാട് ധനികരാണ് ഈ രാജ്യത്തുള്ളത്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 1/3 ആളുകളും കോടീശ്വരന്മാരാണെന്നാണ് കണക്കുകൾ പറയുന്നത്. പ്രതിശീർഷ GDP എന്ന് പറയുന്നത് $1,66,726 രാജ്യത്തിന്റെ GDP അനുപാതത്തിൽ 0.5% മാത്രമാണ് കടമുള്ളത്. ദേശീയ കടമില്ലാത്ത രാജ്യം കൂടിയാണ് ഇവിടം എന്ന് പ്രത്യേകം പറയണം. ഇലക്ട്രോണിക്സ്, മെറ്റൽ നിർമ്മാണം, ദന്ത ഉൽപ്പന്നങ്ങൾ, ഒപ്റ്റിക്കൽ ഉപകരണങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയുൾപ്പെടെ പ്രധാനപ്പെട്ട ഒരുപാട് വ്യവസായങ്ങൾ ഇവിടെ തഴച്ചു വളർന്നിട്ടുണ്ട്. പൗരന്മാരെക്കാൾ കൂടുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കമ്പനികളാണ് എന്നുള്ളതാണ് ലിക്റ്റൻസ്റ്റൈൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയുന്നത്. കമ്പനികൾക്കും ബിസിനസ്സുകൾക്കും വളരാൻ വളരെ അനുയോജ്യമാണ് ഇവിടുത്തെ നിയമങ്ങളെല്ലാം. രാജ്യത്ത് വളരെ വികസിതവും ഉയർന്ന വ്യവസായവൽകൃതവുമായ സ്വതന്ത്ര എന്റർപ്രൈസ് സമ്പദ് വ്യവസ്ഥയുണ്ട്. നികുതി നിരക്കുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിരവധി കമ്പനികളാണ് ലിക്റ്റൻസ്റ്റൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ 20% കൃത്രിമ ദന്തവും ലിക്റ്റൻസ്റ്റൈനിലാണ് നിർമ്മിക്കുന്നത്. ഷാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇവാക്ലാർ വിവാഡന്റ് എന്ന കമ്പനി പ്രതിവർഷം 60 ദശലക്ഷം കൃത്രിമ പല്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നു. എന്നുവെച്ചാൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും കൃത്രിമ പല്ല് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ
അത് തീർച്ചയായും ലിക്കൻസ്റ്റനിൽ നിർമ്മിച്ചിട്ടുള്ളതാകാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ. കാരണം അത്രയധികം ഈ 60 ദശലക്ഷം കൃത്രിമ പല്ലുകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ലോകമെമ്പാടും എത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഇത്രയും സമ്പന്നമായ രാജ്യമായിട്ടും ലിക്കൻസ്റ്റനിൽ രാജ്യത്തിന് സ്വന്തമായി വിമാനത്താവളമില്ല. അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളൊന്നും തന്നെയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനിക രാജ്യത്ത് കാണപ്പെടുന്ന വിമാനത്താവളം, എംബസി, സ്വന്തമായി കറൻസി, റെയിൽവേ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇതൊന്നും തന്നെ ആ രാജ്യത്തില്ല. സ്വിറ്റ്സർലൻഡിലെ സെന്റ് ഗാലൻ ആൾട്ടർഹെയൻ വിമാനത്താവളമാണ് ലിക്കൻസ്റ്റന് ഏറ്റവും അടുത്ത വിമാനത്താവളം. 50 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇവിടെയുള്ളവർ 120 കിലോമീറ്റർ അകലെയുള്ള സൂറിച്ച് വിമാനത്താവളമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇവിടേക്ക് റോഡ് മാർഗം ഏകദേശം 130 കിലോമീറ്ററാണ് ദൂരം. 85 കിലോമീറ്റർ അകലെയായി ഫ്രീ ഡ്രിക്ഷാഫൈൻ വിമാനത്താവളവുമുണ്ട്. ചാർട്ടേഡ് ഹെലികോപ്റ്റർ വിമാനങ്ങൾക്കായി ബാൽസേഴ്സ് ഹെലിപോർട്ടുമുണ്ട്. സ്വിസ് പോസ്റ്റ് ബസ് സംവിധാനത്തിന്റെ ഭാഗമായ ലിക്റ്റൻസ്റ്റൈൻ ബസ് സർവീസും ഇവിടെയുണ്ട്. ഇത് ബൂച്ച്, സർഗാൻ എന്നിവിടങ്ങളിൽ സ്വിസ് ബസ് ശൃംഖലയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. സൂറിച്ചിൽ നിന്ന് സർഗൻസിലേക്ക് 50 മിനിറ്റ് ട്രെയിൻ യാത്രയും അതിനുശേഷം വാഡൂസിലേക്ക് അരമണിക്കൂർ ബസ് യാത്രയും. വാഡൂസാണ് ഇതിന്റെ തലസ്ഥാനം. ഇവിടേക്ക് ബസ് യാത്രയും ചെയ്താൽ ലിക്കൻസ്റ്റനിൽ എത്താം. ഓസ്ട്രിയൻ പട്ടണമായ ഫെൽഡ് കിർച്ചിലേക്കും ബസ്സുകൾ ഓടുന്നുണ്ട്. കൂടാതെ രാജ്യത്തിനകത്തുള്ള യാത്രയ്ക്കായി ലിമോബിൽ ബസ്സുകളുണ്ട്, റെന്റൽ ബൈക്കുകളുമുണ്ട്. യൂറോപ്പിൽ ഏറ്റവും കുറച്ചു മാത്രം സഞ്ചാരികൾ വരുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഈ ലിക്കൻസ്റ്റൺ എന്ന് പറയുന്നത്. 100,000-ൽ താഴെ മാത്രമാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം. വളരെ കുറച്ച് വിസ്തൃതി മാത്രമുള്ള രാജ്യമായതിനാൽ പരമാവധി 2 ദിവസം കൊണ്ട് നടന്ന് രാജ്യം മുഴുവൻ കണ്ടു തീർക്കാം. അതല്ല, നമ്മളൊരു ചെറിയ ബസ് ഹയർ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ അങ്ങനെ കൊച്ചു ബസ്സുകൾ ധാരാളം പോകുന്നുണ്ട് യാത്രക്കാർക്ക്, സഞ്ചാരികൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ 1 ദിവസം കൊണ്ട് രാജ്യം മുഴുവൻ കണ്ടു തീർക്കാൻ പറ്റും. ഇറ്റലിയാൽ പൂർണ്ണമായും ചുറ്റപ്പെട്ട് കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ 5ാമത്തെ രാജ്യമായ സാൻ മാരിനോയിലാണ് യൂറോപ്പിൽ ഏറ്റവും കുറവ് സഞ്ചാരികൾ എത്തുന്നത്. അതിനുശേഷം ലിക്കൻസ്റ്റണിലാണ്. ലോകത്തിൽ വിദേശ രാജ്യങ്ങളുടെ എംബസി ഇല്ലാത്ത 2 രാജ്യങ്ങൾ മാത്രമാണുള്ളത്. അതിലൊന്ന് ലിക്കൻസ്റ്റനും അടുത്തത് വത്തിക്കാൻ സിറ്റിയുമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യ നിരക്കുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ലിക്കൻസ്റ്റൺ. ഇവിടുത്തെ ഔദ്യോഗിക കണക്കനുസരിച്ച് രാജ്യത്തെ ഏറ്റവും അവസാനമായി ഒരു കൊലപാതകം നടന്നത് 1997-ലാണ്. ഇവിടുത്തെ ജയിലുകളിലും വളരെ കുറച്ച് തടവുകാർ മാത്രമേ ഉള്ളൂ. 2 വർഷത്തിലധികം തടവ് ശിക്ഷ ലഭിക്കുന്നവരെ ഓസ്ട്രേലിയയിലേക്ക് മാറ്റുകയാണ് പതിവ്. കാരണം അതിൽ കൂടുതൽ ഉള്ള ആൾക്കാരെയൊന്നും ഇവിടെ നോക്കാനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. രാത്രികാലങ്ങളിൽ വാതിൽ പോലും അടയ്ക്കാതെ കിടന്നുറങ്ങുവാനും ധൈര്യമുള്ളവരാണ് ഇവർ. ലിക്കൻസ്റ്റണിന്റെ തലസ്ഥാന നഗരമാണ് വാഡൂസ്. ഏകദേശം 5425 ഇവിടെ വാഡൂസിലെ ജനസംഖ്യ. ഇവിടുത്തെ ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്നത് അധികം പ്രസിദ്ധമല്ലാത്ത ഷാൻ പട്ടണമാണ്. വാഡൂസിനേക്കാൾ 583ഓളം ആളുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഹൈക്കിംഗ് ആണ് ഇവിടുത്തെ വിനോദസഞ്ചാരത്തിന്റെ പ്രധാന ആകർഷണം. ഇവിടെ അംഗീകരിക്കപ്പെട്ട 30ഓളം അതിമനോഹരങ്ങളായ ഹൈക്കിംഗ് റൂട്ടുകളുണ്ട്. ആൽപ്സിന്റെ കാഴ്ചകളും ഗ്രാമങ്ങളിലൂടെയുള്ള സഞ്ചാരവുമൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. മനോഹരമായ പ്രകൃതി ഭംഗിയും നടപ്പാതകളുമുള്ള റൂഗൽ എന്ന സ്ഥലവും സന്ദർശിക്കാം. രുചികരമായ ലിക്കൻസ്റ്റൈൻ സ്വിസ് വിഭവങ്ങൾ വിളമ്പുന്ന ഇവിടുത്തെ പ്രാദേശിക ഹോട്ടലുകൾ രുചിയുടെ കലവറ തന്നെയാണ് എന്ന് പറയുന്നു. ചരിത്രവും വാസ്തുവിദ്യയാലും സമ്പന്നമായ വാഡൂസ് കാസിൽ, കുൻസ്റ്റ് മ്യൂസിയം, ലിക്റ്റൻസ്റ്റൈൻ സെന്റ് ഫ്ലോറിൻ കത്തീഡ്രൽ എന്നിവ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലിക്കൻസ്റ്റൺ എന്നുള്ള കുഞ്ഞൻ രാജ്യത്തിന്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.